ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് നാളുകൾക്ക് ശേഷം രണ്ടും കൽപ്പിച്ച് ഇന്നൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. രാത്രിയിലൊരു റൈഡാണ് ലക്ഷ്യം. പക്ഷെ എന്ത് ചെയ്യാൻ, നല്ല ചാറ്റൽ മഴയുണ്ട്. അസിക്ക് ഒരേ വാശി, ഇന്ന് പുറത്തൊന്ന് പോയേ പറ്റുമെന്ന് അവളും പോയേക്കാമെന്ന് അവളെ വാപ്പച്ചിയും. പകലുള്ള യാത്രേനെയും കാട്ടി രാത്രിയിലുള്ള യാത്രയ്ക്ക് പ്രത്യേക ഒരു ഭംഗി കാണും അല്ലേ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് എങ്ങനെയാണ്? രാത്രിയിലെ യാത്രയാണോ പകലുള്ള യാത്രയാണോ ഇഷ്ടം? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വാപ്പച്ചി കറങ്ങാൻ കൊണ്ടുപോകുന്ന സന്തോഷമാണ് ഈ കണ്ടത് നിങ്ങൾ. അവൾക്ക് ഇങ്ങനെയൊക്കെ രാത്രിയിലെ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്, കറങ്ങാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് എന്നെ വിളിക്കുകയാണ്, ഉമ്മച്ചി വാ നമുക്ക് പോകേണ്ടേന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല ഫ്രണ്ട്സ്, ഞങ്ങൾ 3 പേരും ഇറങ്ങി ഒന്ന് ചുറ്റി കറങ്ങാൻ തന്നെ. പിന്നെ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ആ ചാറ്റൽ മഴ നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയിൽ ഹസിയുടെ ഓരോ വികൃതി ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയി. അവൾക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ മാനവ വീതിയിലെത്തി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ വിചാരിച്ചു വലിയ മഴ കാണുമായിരിക്കുന്നു. എന്തുകൊണ്ടോ മഴയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ ഒരു കടുപ്പത്തിലൊരു ചായയും അസിക്കൊരു ഫ്രൂട്ടിയും. പിന്നെ ഇപ്പം എവിടെ പോയാലും എല്ലാവരും ഫോട്ടോസും റീൽസും എടുക്കുന്നതൊക്കെ ഇപ്പോൾ ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ അത് ഒട്ടും കുറയ്ക്കുന്നില്ല. ഞങ്ങളും ഞങ്ങളുടേതായ കുറച്ച് ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാറായപ്പോൾ അവൾക്ക് ഒരേ വാശി. അവൾക്ക് അവളുടേതായ ഒരു റീലൊന്നും എടുത്തില്ലല്ലോ വാപ്പച്ചി എന്ന്. അങ്ങനെ അവൾക്ക് അവളുടേതായ രീതിയിൽ അവളുടെ ഒറ്റയ്ക്കുള്ള റീൽ വേണമെന്ന് പറഞ്ഞ് അവളെ വാപ്പച്ചി അവൾക്കൊരു റീൽ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ എന്നെ ഇവിടെ പോസ്റ്റാക്കി ഇരുത്തിയിട്ട് വാപ്പച്ചി മോളും കൂടെ റീൽസ് എടുത്ത് തുടങ്ങി. പല പല മോഡലുകളിൽ അവൾ നടന്ന് ഇരുന്ന് കാണിച്ച് ഫോട്ടോസ് റീൽസ് എല്ലാം എടുത്ത് മോൾക്കൊത്ത് വാപ്പായി. അത് അങ്ങനെ തന്നെയാണല്ലോ, പെൺമക്കൾക്ക് അച്ഛന്മാരായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം. നമ്മുടെ അമ്മമാരെക്കാളും അച്ഛന്മാരായിരിക്കുമല്ലോ അവരുടെ കുണ്ടണിക്ക് കൂടുതൽ സപ്പോർട്ട്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഒരു വിടിയലാണ് ഫുഡ് അടിക്കാൻ. പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ടാണ് പോയത്. പിന്നെ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയെ പറ്റി പറയണ്ടല്ലോ, രാത്രിയിലെ കാഴ്ചകൾ എപ്പോഴും നല്ല മനോഹരമായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ തട്ടുകടയിലേക്കാണ്. തട്ടുകടയിലെ ആഹാരം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് അല്ലേ ഫ്രണ്ട്സ്? പിന്നെ രാത്രിയിലുള്ളതാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് പ്രത്യേക ഒരു വൈബ് തന്നെയായിരിക്കും. നമ്മൾ എത്ര തന്നെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പോയി ഫുഡ് കഴിച്ചാലും തെരുവോരത്ത് കാണുന്ന ഇതുപോലത്തെ കൊച്ചു കൊച്ചു തട്ടുകടയിലെ ആഹാരത്തിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെ അല്ലേ ഫ്രണ്ട്സ്? നിങ്ങൾ ഈ എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടുണ്ടോ? അതുപോലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യണേ. കുരുമുളകിട്ട ഓംപ്ലേറ്റും ചൂട് ദോശയും നല്ല എരിവുള്ള രസവടയും കാന്താരി മുളകിട്ട ചമ്മന്തിയും സാമ്പാറും പിന്നെ പപ്പടവുമായിട്ട് കൂട്ടിയൊരു കുഴച്ച്, എന്തൊരു ടേസ്റ്റാണ്, പറയാൻ വാക്കുകളില്ല. എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവളത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കോടികളുടെ ആസ്തിയോ പടത്തിൻ്റെ കണക്കോ ഒന്നും വേണ്ട, ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മതി മരിക്കും വരെ മനസ്സിൽ കൊണ്ടു നടക്കാൻ.